സുഹൃത്തുക്കളെ, കിലോമീറ്ററിനെ മൈലിലേക്ക് മാറ്റേണ്ട സാഹചര്യം നമുക്ക് പലപ്പോഴും വരാറുണ്ട്. അതിനുള്ള ഒരു എളുപ്പ മാർഗം ഞാൻ പറഞ്ഞു തരാം. നമുക്കറിയാം 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 0.621 മൈൽസ് ആണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ 1 മൈൽ ഈസ് ഈക്വൽ ടു 1.609 കിലോമീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ കിലോമീറ്ററിനെ മൈലിലേക്ക് മാറ്റുന്നതിന് വേണ്ടി കിലോമീറ്ററിൽ തന്നിരിക്കുന്ന നീളത്തിനെ അല്ലെങ്കിൽ ദൂരത്തിനെ 1.609 കൊണ്ട് ഹരിച്ചാൽ എത്ര മൈൽ എന്ന് കിട്ടും. എന്നാൽ അതിന് പകരം ഒരു സംഖ്യയെ 1.609 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നറിയാം. എന്നാൽ വളരെ എളുപ്പമുള്ള മറ്റൊരു മാർഗം പറഞ്ഞുതരാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് കൃത്യമായിരിക്കുകയില്ല, കൃത്യമായിരിക്കുകയില്ല. ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാകും. എന്നാലും നമുക്ക് തൽക്കാലം എളുപ്പത്തിൽ കിലോമീറ്ററിനെ മൈലിലേക്ക് മാറ്റാൻ സാധിക്കും. 80 കിലോമീറ്ററിനെ മൈലിലേക്ക് മാറ്റാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ 80നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 40 കിട്ടും. എന്നിട്ട് ഈ 40നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 40നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 കിട്ടും. ഈ 40ഉം ഈ 10ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 50 കിട്ടും. ഈ 50 ഇവിടുത്തെ ഉത്തരം. അതായത് 80 കിലോമീറ്റർ എന്ന് പറയുന്നത് 50 മൈൽസ്. ചെയ്ത രീതി മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ആദ്യം തന്നിരിക്കുന്ന ഡിസ്റ്റൻസിനെ പകുതി എടുക്കുക. എന്നിട്ട് ആ പകുതിയെ വീണ്ടും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അവ തമ്മിൽ കൂട്ടുമ്പോൾ മൈൽസ് ആയി നമുക്ക് കിട്ടും. 80നെ 1.609 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കൂ. എക്സാക്റ്റ് 50 കിട്ടത്തില്ല, ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാകും. എന്നാലും നമുക്ക് ഏകദേശം 50 ആണെന്ന് പറയാം. ഇനി ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. 120 കിലോമീറ്റർ. 120 കിലോമീറ്ററിനെ മൈലിലേക്ക് മാറ്റാൻ ആദ്യം നമ്മൾ 120നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 60 കിട്ടും. എന്നിട്ട് നമ്മൾ ഈ 60നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 60/4 15 ആണ്. എന്നിട്ട് ഈ 60ഉം ഈ 15ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 75 എന്ന് കിട്ടും. 75 മൈൽസ്. അപ്പോൾ 120 കിലോമീറ്റർ എന്ന് പറയുന്നത് 75 മൈൽസ് ആണ്. ഇനി നമ്മൾ 120നെ 1.609 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 75 എക്സാക്റ്റ് കിട്ടത്തില്ല, ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഈ മെത്തേഡിലൂടെ കിലോമീറ്ററിൽ തന്നിരിക്കുന്ന ഒരു അളവിനെ, ദൂരത്തിനെ നമുക്ക് മൈലിലേക്ക് മാറ്റാൻ സാധിക്കും. അപ്പോൾ 1.609 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കുന്നതിന് പകരം ഈ മെത്തേഡ് ഉപയോഗിക്കാം. ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിച്ചാൽ എക്സാക്റ്റ് ആയിട്ട് കിട്ടും. പക്ഷേ ഈ മെത്തേഡിൽ എക്സാക്റ്റ് കിട്ടത്തില്ല, ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാകും. എന്നാലും നമുക്ക് അത്യാവശ്യത്തിന് കിലോമീറ്ററിനെ മൈലിലേക്ക് മാറ്റാൻ ഈ മാർഗം മതി. ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഉത്തരം എഴുതുക. ആ ഉത്തരത്തിനെ വീണ്ടും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അവ തമ്മിൽ കൂട്ടുമ്പോൾ കിലോമീറ്ററിനെ മൈലിലാക്കിയ സംഖ്യ കിട്ടും. ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.